ഇത് മാവൂർ മണന്തലക്കടവ് റോഡാണ്. ഈ കാണുന്ന ചെടികളെല്ലാം മാവൂരിൻ്റെ ചെടിക്കാക്ക എന്നറിയപ്പെടുന്ന വെളുത്തെഴുത്ത് അബ്ദുള്ളക്ക നട്ടു വളർത്തിയതാണ്. അദ്ദേഹം മാവൂരിലെ മണന്തലക്കടവ്, എളമരം കടവ്, പൈപ്പ് ലൈൻ റോഡ് ഇവിടങ്ങളിലെല്ലാം ചെടികളും ധാരാളം വൃക്ഷങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. തൻ്റെ 17ാമത്തെ വയസ്സിൽ ചെടികളോടും പൂക്കളോടും മരങ്ങളോടും തോന്നിയ ഇഷ്ടമാണ് ചെടിക്കാക്ക എന്ന ഒറ്റയാൾ പോരാളിയിലേക്ക് വെളുത്തെടുത്ത് അബ്ദുള്ളയെ കൊണ്ടെത്തിച്ചത്. മണന്തലക്കടവ് റോഡിലും എളമരം പാലത്തിന് സമീപത്തെ റൗണ്ട് എബൌട്ടിലും മാവൂർ അങ്ങാടിയിലും തീർത്ത വർണ്ണ വൈവിധ്യവും പറമൽ വലിയ പള്ളി പരിസരത്ത് കാഴ്ച മരങ്ങളും അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലങ്ങളാണ്. ചെടികളും തൈകളും നട്ടുപിടിപ്പിക്കുന്നതോടൊപ്പം അവ നനച്ചും കളപറിച്ചും പരിപാലിക്കുന്നതിന് നിത്യേന ഏറെ സമയം അദ്ദേഹം ചിലവഴിക്കുന്നുമുണ്ട്. ഞാനിപ്പോൾ ചെടി വെച്ചെന്ന് പറഞ്ഞാൽ ചൂലൂർ CH സെൻ്ററിൽ കുറച്ച് ചെടി വെച്ചാണ്, എളമരം പാലത്തിൻ്റെ അടുത്ത് വെച്ചാണ്, കസൻറ്റ് സ്കൂളിൽ, മാലറ സ്കൂളിൽ, കച്ചറ അമ്പലത്തിൻ്റെ താഴത്ത് കുറേ ഫ്രൂട്ട്സ് മരങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ മന്തലക്കടവ് റോഡിന് എളമരത്ത് വെച്ചിന്. നമ്മളെ തറവാട്ടിൽ തന്നെ ഞാൻ ഒരു 50 കൊല്ലമായൊരു മരം ഉണ്ടായിന് ഞാൻ കുഴിച്ചിട്ട്. അത് 5 ഒരില്ലേനി. അത് മുറിച്ച് നല്ലൊരു സംഖ്യ ഉണ്ടായിന്. പൈസ വിറ്റല്ല, മുറിച്ച് മാർക്ക് കൊടുത്തതാണ്. 5 ഒരില്ലേനി. അതൊരു വല്ലാത്തൊരു സാധനം തന്നെ, നല്ല സംഖ്യ ഉണ്ടായിന്. പള്ളിപ്പറമ്പിൽ ഇപ്പോൾ 49 മരം വിറ്റെന്ന് പറഞ്ഞാൽ 5 അടി മണ്ണുള്ള മരങ്ങളൊക്കെ ഉണ്ടായി. അയക്കെന്ന് പറഞ്ഞപ്പോൾ ഇളമരം നനക്കാൻ തന്നെ സഹായമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ സഹായം ഉണ്ടായിന്. ഞാനിപ്പോൾ ഒരണ്ണനെ തൽക്കാലം പൈസ കൊടുത്താക്കിയ. എനിക്ക് ആ പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. വെള്ളം കുറേ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒക്കെ സ്വന്തം മുടക്കാണ്, അല്ലാതെ ആരും തന്നിട്ട്. പിന്നെ വളമിടണം, ഇടയ്ക്ക് എല്ലാം നോക്കി പോയി ചെയ്തു തരണം. വളമൊക്കെ ഇട്ടെങ്കിൽ ചെടി ഉണ്ടാവുള്ളൂ. പിന്നെ പുതിയ ആൾക്കാർക്ക് പ്രോത്സാഹനം എന്നുള്ള നിലക്കാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അത് കണ്ടറിഞ്ഞാലും അത് മുന്നോട്ട് വരുന്നില്ല ശരിക്കും. ആർക്കും ഇതൊരു നല്ലൊരു കാര്യമല്ല, ആവശ്യമല്ല. ഒരു പരിസ്ഥിതിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വായു കിട്ടാനുള്ളൊരു സംവിധാനമല്ലേ. അല്ലാതെ പിന്നെ എനിക്ക് സ്വന്തം ആവശ്യത്തിനല്ലല്ലോ, നമ്മളെ വരയിലെ വരുമാനത്തിൻ്റെ ആവശ്യത്തിനൊന്നുമല്ല ഇപ്പോൾ ഇത് നടുന്നത്. ആൾക്കാർക്കൊരു സന്തോഷം, കാണുന്നവർക്കും. പിന്നെ വേറെ ആൾക്കാരും വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്തൊക്കെ പോയാലും അതിന് നമുക്ക് സന്തോഷമാണല്ലോ. സ്റ്റാൻഡിൽ, ആ വട്ടത്തിലുള്ള സ്റ്റാൻഡിൽ ഞാൻ പോയി വാക്കിന്. ഇപ്പം കണ്ടമാനം ചെടികൾ വെച്ചിന്. അവിടെ തുളസി ഉണ്ട്. തുളസി ഓരോരുത്തർ ഞാൻ ഒരു 100-500 ആക്കോളം എന്ന് പറഞ്ഞോളം മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. തുളസി എന്ന് പറഞ്ഞാൽ സാധാരണ തുളസല്ല, അറബികളൊക്കെ ഉപയോഗിക്കുന്ന നിസ്കരിക്കുന്നതിനൊക്കെ മുമ്പ് കൊണ്ടുവെക്കുന്ന സാധനം. ഇർജാൻ എന്നുള്ള ഒരു തുളസി ഉണ്ടാണ്. അതിപ്പോൾ അടവുണ്ട്. അതിൽ 10 മീൽ നിറച്ചുണ്ടായിന്. അതിലിപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറില്ല. ഒന്നാമത് ഒരു ആൾക്കാരൊരു സഹായമില്ല അവിടെ, ഓട്ടോറിക്ഷക്കാരെ ഇതൊന്നും. അതാണ്. അല്ലാതെ പിന്നെ എനിക്ക് നശിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല. എന്നാലും അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ടൗൺ ഹാളിൻ്റെ മുന്നിൽ കുറച്ച് ചെടിയുണ്ട്. കൊത്ത് എന്നാക്കൽ വെച്ചാൽ ഇപ്പോൾ പിന്നെ 2 അണ്ണന്മാരെ ജോലി ചെയ്തിന് ആദ്യം. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ സ്വന്തം കൊത്തുന്നത്. ചെടീൻ്റെ അടുത്ത് പുല്ല് കംപ്ലീറ്റ് പോയെങ്കിൽ ചെടിക്കൊരു ഷോ ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്കാർക്കൊരു താല്പര്യമുണ്ട്. എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് പോയാലുണ്ട്. പിന്നെ എൻ്റെ പവർ കൊണ്ടല്ല, പഠിച്ചവൻ്റെ സഹായം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പലയിടത്തും എളമരം പാലത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ നശിപ്പിച്ചുണ്ട്, പറിച്ചുണ്ടായതുണ്ട്. എന്നാലും വല്ലാതൊരു റായത്ത് തന്നെയാണ് ഇത്. വന്ന് ഇവിടെ ഇവർ പണിയെടുക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ ആൾക്കാർ കാണുന്നവർക്കൊരു പ്രയാസം ഉണ്ടാവില്ലല്ലോ, സന്തോഷം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന സേവനം, അല്ലാതെ ഒന്നുമല്ല. ആരും പൈസ തന്നിട്ട് ഇങ്ങനത്തെ പണിയൊന്നുമല്ല.
400 കിലോ എൽച്ചെടി ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഉണ്ട്. പിന്നെ പത്തിനി മുല്ല, കടലച്ചെടി, അങ്ങനെ പല സൈസും ഉണ്ട് ചെടി. എനിക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ തോന്നി. ഞാൻ 17-18 വയസ്സിൽ ചെടിയും മരം കുഴിച്ചിട്ട് തുടങ്ങി. എൻ്റെ തൊടിയുള്ള എല്ലാ മരങ്ങളും ഞാൻ കുഴിച്ചിട്ടായിരുന്നു, മിക്കവാറും 90%. അങ്ങനെയാണ് എനിക്ക് എൻ്റെ തൊടിയെ കുഴിച്ചിടുമ്പോഴാണ് എനിക്ക് തോന്നിയത് വള്ളിപ്പറമ്പ് കുഴിച്ചിട്ടാൽ തിരക്കില്ല എന്ന്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ എൻ്റെ ഒരു പൗരമല്ല, എൻ്റെ പഠിച്ചവൻ്റെ സഹായം കൊണ്ട്, അല്ലാതെ എൻ്റെ പൗരമല്ല. പഠിച്ചവൻ്റെ ഒരു കബൂലുണ്ടെങ്കിലേ എല്ലാം നടക്കുകയുള്ളൂ. പിന്നെ എനിക്ക് കുറേ ആദരവുകളൊക്കെ കിട്ടിയെന്ന് മാധ്യമത്തിൻ്റെ കുടുംബത്തിലുണ്ട്. ഞാൻ മാതൃഭൂമിൻ്റെ ചാനലുണ്ട്, അങ്ങനെ മീഡിയ വണ്ണുണ്ട്, അങ്ങനെ പല സ്ഥലത്തുണ്ട്. നമ്മളെ ആൾക്കാർ ഇങ്ങനെ നമ്മളൊരു പ്രോത്സാഹനം തരുന്നുണ്ട് ഇതൊക്കെ എടുത്ത് കേട്ട്. അല്ലാതെ പൈസൻ്റെ ഇതിലല്ല ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ മാക്സ് 7 കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കുക പണി. അത് താല്പര്യം. കമ്പനിയിൽ കൊളിയറൻസിൽ ഞാൻ 17 വയസ്സിൽ ജോലി കയറി. 36 വർഷം ജോലി ചെയ്തതാണ്. 6 വർഷം കമ്പനി തരാണ്ട് 6 കൊല്ലം ബാക്കിയാണ്. ഞങ്ങൾക്ക് കുറേ സ്ഥലം പോയി. ഞാൻ കറോഫ് കിട്ടിയ എനിക്ക് 17 വയസ്സിൽ. അപ്പോൾ എനിക്ക് പിന്നെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ എവിടെയും പഠിച്ചോ കുഴക്കമില്ല. എല്ലാവരുമായിട്ട് പിന്നെ ലോക്യം പറഞ്ഞ് താല്പര്യമാണ്. എൻ്റെ അമ്മേൻ്റെ കുടുംബസംഘത്തിൻ്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. നമുക്ക് പിന്നെ ഒരു അലർജി ഇല്ല. ജാതി ഭേദം ഏതായാലും എല്ലാവരും മനുഷ്യന്മാരല്ലേ. ഈ മാക്സ് 7 തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സൗഹാർദ്ദമാണ്. അതുതന്നെ വലിയൊരു കാര്യമാണ്. ചെടികളോടും പൂക്കളോടും പകരം വെക്കാനില്ലാത്ത പ്രണയവുമായി കൂടുതൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും പരിപാലിച്ചും ചെടിക്കാക്ക തൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലാണ്. പ്രതിഫലേച്ഛയില്ലാതെ പുണ്യം മാത്രം ലക്ഷ്യമിട്ട് തുടരുന്ന തൻ്റെ ഈ സതുദ്യമത്തിൽ പങ്കാളികളാരുമില്ലെങ്കിലും അനവധി പേരുടെ പിന്തുണയും ആശീർവാദവും തനിക്കുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. ആ ഒരു ആത്മവിശ്വാസത്തോടെ മാവൂർ വെളുത്തെടുത്ത് അബ്ദുള്ള എന്ന ചെടിക്കാക്ക നാടിനെ പച്ചപ്പും വർണ്ണമേലങ്കിയും അണിയിച്ച് തൻ്റെ ഈ പോരാട്ടം തുടരുകയാണ്. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.